So the Narcotic Drugs and Psychotropic Substances Act of 1985. So Narcotic Drug അല്ലെങ്കിൽ Psychotropic Substance Act പുറത്തിറങ്ങുന്നത് 1985 യൂഷ്വലി NDPS ആക്ട് നമ്മൾ അതിനെ വിളിക്കുന്നത്. NDPS എന്താ? NDPS എന്ന് പറഞ്ഞാൽ നാർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985 ആദ്യമായിട്ട് ഈ ആക്ട് നിലവിൽ വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എൻ ആക്ട് ഓഫ് ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ. Okay, it is an act of the Parliament of India that prohibit a person to produce, manufacture, cultivate, possess, sell, purchase, transport, store and consume any narcotic അല്ലെങ്കിൽ psychotropic substance. അതായത് ഇന്ത്യയിലുള്ള ആളുകൾക്ക് നാർക്കോട്ടിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് കൾട്ടിവേറ്റ് ചെയ്യാനോ കൈവശം വെക്കാനോ വിൽക്കാനോ അത് വാങ്ങാനോ ട്രാൻസ്പോർട്ട് ചെയ്യാനോ സ്റ്റോർ ചെയ്യാനോ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുവാനോ ഉള്ള ഒരു അധികാരവുമില്ല. അത് ഇന്ത്യൻ പാർലമെന്റ് 1985 ഈ നാർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നിലവിൽ വന്നതുകൂടി എന്ത് ചെയ്തു? നിർത്തലാക്കി. ഓക്കെ, the main object of this act is to consolidate and amend the law relating to narcotic drug. അപ്പൊ ഈ ഒരു നിയമം നിലവിൽ വന്നത് തന്നെ അല്ലെങ്കിൽ ഈ ഒരു ആക്ട് നിലവിൽ വന്നത് തന്നെ എന്തിനാണ്? ഈ ഒരു ആക്ട് നിലവിൽ വന്നത് തന്നെ നാർക്കോട്ടിക് അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന്റെ വിൽപ്പനയ്ക്കൊക്കെ ഒരു കൺട്രോളും റെഗുലേഷനും ഒക്കെ വരുത്താനായിട്ടാണ്. ഓക്കെ, ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ഓൾ ദ ഓപ്പറേഷൻസ്. നെക്സ്റ്റ്, it also provide licensing system for both central അല്ലെങ്കിൽ state government to regulate the manufacture, cultivation, import, export, interstate traffic, transportation, sale, possession, etc. നാർക്കോട്ടിക് അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കച്ചവടം ചെയ്യാനോ കൈവശം വയ്ക്കാനോ വിൽക്കാനോ വാങ്ങാനോ സൂക്ഷിക്കുവാനോ ഒന്നും പാടില്ല. ഓക്കെ, സോ അഡിക്റ്റ് എപ്പോഴും കേട്ടിട്ടുള്ള ഒരു വേർഡ് അഡിക്റ്റ് എന്ന് പറയുന്നത്. അപ്പം അഡിക്റ്റ് എന്ന് പറയുന്ന വേർഡ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അഡിക്റ്റ് മീൻസ് എ പേഴ്സൺ ഹു ഹാസ് ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ ഹാബിച്വൽ ഓർ റെഗുലർ യൂസ് ഓഫ് എനി നാർക്കോട്ടിക് ഡ്രഗ് അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്. അപ്പം അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? എനി പേഴ്സൺ, അയാള് ഈ പർട്ടിക്കുലർ നാർക്കോട്ടിക്കോ അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിനോടോ അയാള് വിധേയമാകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിപ്പെൻഡോ ഹാബിച്വലോ ആയിട്ട് മാറുകയാണ്. റെഗുലർ യൂസ് ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? ഇറ്റ് ഈസ് ഓർ ഹി ഈസ് കോൾഡ് ആസ് ആൻ അഡിക്റ്റ്. ഓക്കെ, ഇത് നമ്മൾ കന്നാബിസ് അല്ലെങ്കിൽ ഹെമ്പ് എന്ന് വിളിക്കുന്ന സാധനം ഉണ്ടല്ലോ, കന്നാബിസ് ഓർ ഹെമ്പ്. ഇതെന്താന്നാ പറയാൻ പോകുന്നത്? സോ ചാരാസ്, ഗഞ്ച ഇങ്ങനെയുള്ള പല പേരുകളിൽ കേട്ടിട്ടുണ്ട്. സോ ചരാസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ സെപ്പറേറ്റഡ് റെസിൻ ഇൻ വാട്ട് എവർ ഫോം, വെദർ ക്രൂഡോ അല്ലെങ്കിൽ പ്യൂരിഫൈഡോ, പ്ലാന്റോടെയോ അല്ലെങ്കിൽ പ്ലാന്റിന്റെ പ്യൂരിഫൈഡ് വേർഷനോ വിച്ച് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ cannabis plant. And it also includes concentrated preparation and a resin known as hashish oil, liquid hashish. ഇതൊക്കെ എന്താണ്? All these are the concentrated liquid preparation of ഈ പറയുന്ന കന്നാബിസ്. അപ്പം ഈ വേർഡ്സ് ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം, കാരണം ചോദിക്കാറുണ്ട്, ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം. ഈ ഒരു പോർഷൻ കൂടെ തീരിട്ട് നമുക്കൊരു ഓൾമോസ്റ്റ് 260 ചോദ്യങ്ങളുണ്ട്. പറ്റുമെങ്കിൽ കുറച്ചെങ്കിലും ഒക്കെ ഇന്ന് തീർക്കാം. ഓക്കെ, സോ ചരാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കന്നാബിസ്. അതിന് ഇന്ത്യൻ ഹെമ്പ് എന്നറിയപ്പെടാറുണ്ട്. ഒരു റെസിൻ ആണ് അതിൻ്റെ അകത്തുള്ളത്. ഓക്കെ, ഈ റെസിൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആ ഡ്രഗോട് കൂടിയോ അല്ലെങ്കിൽ പ്യൂരിഫൈഡ് ആയിട്ടോ നമുക്ക് ഉപയോഗിക്കാം. ചരാസ്. ഓക്കെ, ചരാസ് ഇസ് ദ സെപ്പറേറ്റഡ് റെസിൻ, ക്രൂഡ് അല്ലെങ്കിൽ പ്യൂരിഫൈഡ് വേർഷൻ ഓഫ് ഫ്രം ദിസ് കാന്നാബിസ് പ്ലാന്റ്. ദിസ് കോൺസെൻട്രേറ്റഡ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അതിന്റെ റെസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹാഷിഷ് ഓയിൽ, ലിക്വിഡ്. ഇതൊക്കെ കന്നാബിസിൽ നിന്ന് കിട്ടുന്നതാണ്. Then any mixture
with or without any neutral material of any of the above form of cannabis or any drink prepared from them. Okay, ഏതെങ്കിലും ഒരു മിക്സ്ചറോ with or without neutral material from above form of cannabis അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? It is called as cannabis അല്ലെങ്കിൽ ഗഞ്ച അല്ലെങ്കിൽ ചരാസ്. ഇനി ഗഞ്ച എന്ന് പറയുന്നത് എന്താ? ഫ്ലവറിങ് അല്ലെങ്കിൽ ഫ്രൂട്ടിംഗ് ടോപ്പ് ഓഫ് കാന്നാബിസ് പ്ലാന്റ്. അതിന്റെ ഇലയില്ല, സീഡുകളില്ല, അതിന്റെ ഈ വിരിഞ്ഞു നിൽക്കുന്ന പൂ വിരിഞ്ഞു നിൽക്കുന്ന ഭാഗത്തിനെയാണ് ഗഞ്ച എന്ന് പറയുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന റെസിനാണ് ചരാസ്. അതിൽ നിന്ന് കിട്ടുന്ന കോൺസെൻട്രേറ്റ് പ്രിപ്പറേഷൻ ആണ് ഹാഷിഷ് എന്ന് പറയുന്നത്. കന്നാബിസ് പ്ലാന്റ് എന്താണ്? കന്നാബിസ് പ്ലാന്റ് എന്ന് പറയുന്നത് കന്നാബിസ് സ്പീഷീസിലുള്ള ഒരു പ്ലാന്റ് ആണ് കന്നാബിസ് പ്ലാന്റ്. അപ്പൊ നമ്മൾ കന്നാബിസിന്റെ ആൾക്കാരെയൊക്കെ പഠിച്ചു. ചര, ഗഞ്ച, then any mixture, cannabis plant is genus of cannabis നകത്ത് വരുന്നതാണ് cannabis plant ഒക്കെ. Okay, next is coca derivative. coca derivative എന്താണ്? coca derivative crude cocaine, that is any extract of coca leaf which can be used directly അല്ലെങ്കിൽ indirectly for the manufacture of cocaine. Okay, so crude cocaine, agnoline, cocaine, all preparation containing more than 1% of cocaine. കൊക്ക ഡെറിവേറ്റീവ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ക്രൂഡ് കൊക്കൈൻ എന്ന് പറഞ്ഞാൽ കൊക്കൈനിന്റെ ലീഫിന്റെ എക്സ്ട്രാക്ട് നമ്മൾ എടുക്കുന്നു. അതിന് ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതിനെയാണ് പറയുന്നത് ക്രൂഡ് കൊക്കൈൻ. അപ്പം ക്രൂഡ് എന്ന വേർഡ് തന്നെ അറിയാലോ അല്ലെ? ആ പ്ലാന്റിന്റെ വളരെ എക്സ്ട്രാക്ട് ഒന്നും എടുക്കാതെ ആ പ്ലാന്റോട് കൂടി ഉപയോഗിക്കുക ക്രൂഡ് ഡ്രഗ് നമ്മൾ പറയുന്നത് അല്ലെ. സോ ക്രൂഡ് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ കൊക്ക ലീഫിന് ഡയറക്റ്റ്ലി എടുക്കുന്നു. Next, agnoline and all derivative of agnoline. Okay, then cocaine, methyl ester of benzoyl agnoline and its salt. So benzoyl agnoline adinte salt. Okay, then all the preparation should contain more than 1% of cocaine. അങ്ങനെയുള്ളവരെയാണ് കൊക്ക ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ കൊക്ക ഡെറിവേറ്റീവ് എന്താണ് എന്നൊക്കെ ചോദ്യം കണ്ട് ക്രൂഡ് കൊക്കൈൻ, എഗ്നോനൈൻ ആൻഡ് അതിന്റെ ഡെറിവേറ്റീവ്, കൊക്കൈൻ ആൻഡ് ബെൻസോയിൽ, എഗ്നോനൈൻ അതിന്റെ സോൾട്ടുകൾ ആൻഡ് ഓൾ ദ പ്രിപ്പറേഷൻ വിച്ച് കണ്ടെയ്ൻ മോർ ദാൻ 0.1% ഓഫ് കൊക്കൈൻ ഉള്ളതിനെയാണ് കൊക്ക ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. ഇനി കൊക്ക ലീഫ് നോക്കാം. ലീഫ് ഓഫ് കൊക്ക പ്ലാന്റ് എക്സെപ്റ്റ് ദ ലീഫ് വിച്ച് ഓൾ എഗ്നോനീൻ, cocaine and any other agnoline alkaloid have been removed. അപ്പം റിമൂവ് ചെയ്യപ്പെട്ടുള്ള ഇലകളല്ല, അല്ലാതെ കൊക്ക പ്ലാന്റിന്റെ ലീഫുകൾ നമ്മൾ എന്തുകൊണ്ട് കൊക്ക പ്ലാന്റിന്റെ ലീഫ് തന്നെയല്ലേ കൊക്ക ലീഫ് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ കൊക്ക പ്ലാന്റിന്റെ ലീഫുകൾ എക്സെപ്റ്റ് ഈ പറയുന്ന കണ്ടനിൽ എഗ്നോനീനും കൊക്കൈനും ഒക്കെ എക്സ്ട്രാക്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ലീഫുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ പെർസെന്റേജ് കുറവുണ്ടെങ്കിൽ അതിന് നമ്മൾ എടുക്കുകയില്ല. Then any mixture thereof with or without any neutral material but does not include any preparation containing not more than 0.1% of cocaine. Okay, അപ്പൊ നമ്മൾ പറഞ്ഞു any mixture which there with or without any neutral material and 0.1% of cocaine കൂടുതൽ ഇല്ലാത്തത്. Then coca plant means the plant of any species of the genus Erythroxylon. Cocoa plant എന്ന് പറഞ്ഞാൽ means the plant of any species of the genus Erythroxylon. Okay, ഇനി manufacture in relation to narcotic drug and psychotropic substance. Okay, manufacture പറയുന്നത് in relation to narcotic drugs and psychotropic substance, all process other than production by which such drugs അല്ലെങ്കിൽ substances may be obtained. Okay, so manufacture എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? It is related to narcotic drug അല്ലെങ്കിൽ psychotropic substances. അപ്പം all the process അല്ലെങ്കിൽ
all process other than the production of such drug അല്ലെങ്കിൽ സബ്സ്റ്റൻസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാർക്കോട്ടിക് അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. സോ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ പ്ലാന്റിൽ നിന്ന് നമ്മൾ റിഫൈൻ ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. ഓക്കെ, സോ ഫാർമസിയിൽ അല്ലെങ്കിൽ ഒരു പ്രിസ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നാർക്കോട്ടിക്കോ സൈക്കോട്രോപിക്കോ ഉള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, വിതൗട്ട് പ്രോപ്പർ പ്രിസ്ക്രിപ്ഷനിലേക്ക് നമ്മൾ ആ ഡ്രഗ് കൊടുക്കുന്നത്. Then manufactured drug, all coca derivative, medicinal cannabis, opium derivative, poppy straw concentrate, all in or any other narcotic substance or preparation which central government may have in regard to the available information as to its nature or to a decision, if any under international conventions by notification the official gazette declared to be manufactured drug but does not include any narcotic substance or preparation declared not to manufacture drugs. അപ്പം മാനുഫാക്ചർ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടോ ഇല്ലയോ എന്നെല്ലാം തീരുമാനിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അവരവരുടെ ഒഫീഷ്യൽ സൈറ്റിലായിരിക്കും അത് പബ്ലിഷ് ചെയ്യുന്നത്. നാർക്കോട്ടിക് ഡ്രഗ് അല്ല കൊക്ക ലീഫ്, കന്നാബിസ്, ഒപ്പിയം സ്ട്രോ, ഇതെല്ലാം ഈ മാനുഫാക്ചർ ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പം ഒപ്പിയം എന്ന് പറഞ്ഞാൽ എന്താ? ഒപ്പിയം കോവാഗുലേറ്റഡ് ജ്യൂസ് ഓഫ് ദ ഒപ്പിയം പോപ്പി. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ലാറ്റക്സ് നിന്ന് കിട്ടുന്നതാണ് നമുക്ക് ഒപ്പിയം എന്നുള്ളത്. സോ എനി മിക്സ്ചർ വിത്തൗട്ട് എനി ന്യൂട്രൽ മെറ്റീരിയൽ ഓഫ് ദ കോവാഗുലേറ്റഡ് ജ്യൂസ് ഓഫ് ദ ഒപ്പിയം പോപ്പി but does not include any preparation containing not more than 0.2% of morphine. ഇതുവരെ നമ്മൾ കൊക്കൈനെ പറ്റിയാ പറഞ്ഞ, ഇനി നമ്മൾ മോർഫിന്റെ പെർസെന്റേജ് ആ പറയുന്നത്, നോട്ട് മോർ ദാൻ 0.1% ഓഫ് മോർഫിൻ. ഇനി ഒപ്പിയം ഡെറിവേറ്റീവ് കൺസിഡർ ചെയ്യാം, മെഡിസിനൽ ഒപ്പിയം. ഓക്കെ, സോ ഒപ്പിയം ഡെറിവേറ്റീവ് ഈസ് മെഡിസിനൽ ഒപ്പിയം, that opium which has undergone the process necessary to adapt it for മെഡിസിനൽ യൂസ്. അപ്പം മെഡിസിനൽ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒപ്പിയമാണ് മെഡിസിനൽ ഒപ്പിയം. അതായത് ഇന്ത്യൻ ഫാർമക്കോപ്പിയ പ്രകാരം, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ പ്രകാരം, നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരു ഡ്രഗിനെ മെഡിസിനൽ ഒപ്പിയം എന്ന് കൺസിഡർ ചെയ്യണമെങ്കിൽ അത് ഒന്നുകിൽ പൗഡർ ഫോമിലോ ഗ്രാനുലേറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂട്രൽ മെറ്റീരിയലുമായിട്ടോ മിക്സ് ചെയ്തിട്ട് ആയിരിക്കും നമുക്ക് അതിനെ കിട്ടുക. ഓക്കെ, സോ മെഡിസിനൽ ഒപ്പിയം, ദാറ്റ് ഇസ് ഒപ്പിയം which has undergone the process necessary to adapt it for medicinal use in accordance with the requirement of the Indian Pharmacopoeia അല്ലെങ്കിൽ any other pharmacopoeia notified in the behalf of central government. ഒന്നെങ്കിൽ പൗഡർ ഫോമിലോ അല്ലെങ്കിൽ ഗ്രാനുലേറ്റഡ് ഫോമിലോ അല്ലെങ്കിൽ ന്യൂട്രൽ മെറ്റീരിയൽസ് ആയിട്ട് മിക്സ് ചെയ്തിട്ടോ ആയിരിക്കും ഒപ്പിയം പോപ്പി ഉണ്ടാവുക. Okay, then prepared opium, that is any product of opium obtained by any series of operations designed to transform opium into an extract suitable for smoking and the dross and other residue remaining after opium is smoked. Okay, a smoking ne vendite nammal prepare prepared opium. Okay, any product of opium obtained by any series of operations designed to transform opium into an extract suitable for smoking and the dross and other residue remaining after opium is smoked. Okay, ഇനി രണ്ട് ടൈപ്പ് ഓഫ് ആൽക്കലോയിഡ്സ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഫിനാൻഡ്രീൻ ആൽക്കലോയിഡും അതേപോലെ തന്നെ ഐസോഫിനോളിൻ ആൽക്കലോയിഡ്സും. ഏതൊക്കെയാ പറഞ്ഞേ? മോർഫിൻ, തിബൈൻ, കൊടി, ഫിനാൻഡ്രീൻ. ഐസോഫിനോളിനും ഞാൻ എക്സാമ്പിൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഡൈ അസറ്റൈൽ മോർഫിൻ എന്ന് പറയുന്നതാണ് ഡയാമോർഫിൻ അല്ലെങ്കിൽ ഹെറോയിൻ എന്നൊക്കെ പറയുന്നത് ഡൈ അസറ്റൈൽ മോർഫിൻ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെറോയിൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ ഓൾ പ്രിപ്പറേഷൻസ് കണ്ടെയ്ൻ നോട്ട് മോർ ദാൻ 0.2% ഓഫ് മോർഫിൻ അല്ലെങ്കിൽ കണ്ടെയ്നിങ് ഡൈ അസറ്റൈൽ മോർഫിൻ. കുറെ വേർഡ്സ് ആണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. ആ പർട്ടിക്കുലർ വേർഡ്സിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രോബ്ലം. നമുക്ക് തുടങ്ങാം. Then
ഫസ്റ്റ് വൺ ഈസ് ഓപ്പിയം പോപ്പി. Papaver somniferum പ്ലാന്റിന്റെ സ്പീഷീസ് എന്നാണ് ഒപ്പിയം കിട്ടുന്നത്. അതിനകത്ത് നമുക്ക് എന്താ ഒപ്പിയം പോപ്പി എന്താ? The plant of any other species of papaver from which opium അല്ലെങ്കിൽ phenanthrene alcohol can be extracted, in which central government notification through official gazette വഴി ഒപ്പിയം പോപ്പിനെ തരുന്നതായിരിക്കും. സോ ആ കറേനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ ലാറ്റക്സ് ഫ്രം ദ ഒപ്പിയം പ്ലാന്റ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒപ്പിയം പോപ്പി. നെക്സ്റ്റ് ഈസ് പോപ്പി സ്ട്രോ. Poppy straw means all parts, the seeds ഒഴികെയുള്ള ഭാഗം of the opium poppy after harvesting, whether in their original form or cut, crushed, powdered, whether not juiced, has been extracted from there. So poppy straw extract ഒന്നും എടുക്കില്ല, അവിടുന്ന് അതിനെ ക്രഷ് ചെയ്തിട്ട് അതിന്റെ സീഡ് ഒഴികെയുള്ള ഭാഗങ്ങളായിരിക്കും എടുക്കുക. നമ്മൾ കച്ചി എടുക്കുന്നത് പോലെ തന്നെ. അപ്പൊ കച്ചിയുടെ കൂടെ നമ്മൾ നെല്ലെടുക്കുമോ? ഇല്ല. അപ്പൊ അതേപോലെ തന്നെയാണ് എക്സാക്ട് സ്പീഡ് ഹാർവെസ്റ്റിന് ശേഷം അതിനെ മുറിച്ചെടുത്തിട്ട് പൗഡർ ചെയ്തിട്ട് അതിന്റെ ജ്യൂസ് അതൊന്നും എക്സ്ട്രാക്ട് ചെയ്യാണ്ട് യൂസ് ചെയ്യും. പോപ്പി സ്ട്രോ കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന കോൺസെൻട്രേറ്റഡ് പ്രിപ്പറേഷൻ വിച്ച് കണ്ടെയ്ൻ ലാർജ് എമൗണ്ട് ഓഫ് ആൽക്കലോയിഡ്സ്. ഇതിന്റെ പ്രിപ്പറേഷൻ in relation to a narcotic drug അല്ലെങ്കിൽ psychotropic substance means any one or more such drugs or substance in dosage form അല്ലെങ്കിൽ solution mixture in whatever physical state contain one or more drug substance. അപ്പം ഒന്നോ അല്ലെങ്കിൽ അത് കൂടുതലുള്ള ഡ്രഗ് സബ്സ്റ്റൻസ് അതിനെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതിനെയാണ്, അതിനെ ഒന്നിൽ കൂടുതൽ കണ്ടന്റുകൾ ഇട്ട് മിക്സ് ചെയ്ത് അതിനെ ഫിസിക്കൽ സ്റ്റേറ്റിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പ്രിസ്ക്രൈബ്ഡ്. പ്രിസ്ക്രൈബ്ഡ് എന്താ? മീൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ റൂൾസ് അണ്ടർ ദിസ് ആക്ട്. ഓക്കെ, പ്രൊഡക്ഷൻ എന്താണ്? ഒപ്പിയം, പോപ്പി സ്ട്രോ, കോക്ക ലീഫ്, കന്നാബിസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിനാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് മീൻസ് എനി സബ്സ്റ്റൻസ് നാച്ചുറൽ അല്ലെങ്കിൽ സിന്തറ്റിക് അല്ലെങ്കിൽ നാച്ചുറൽ മെറ്റീരിയൽ അല്ലെങ്കിൽ സോൾട്ട് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് സച്ച് സബ്സ്റ്റൻസ്, അതിനെയാണ് നമ്മൾ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി സ്മോൾ ക്വാണ്ടിറ്റി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ? സ്മോൾ ക്വാണ്ടിറ്റി ലെസർ ക്വാണ്ടിറ്റിയുടെ സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ടിനെക്കാളും ലെസർ ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നതെങ്കിൽ അത് ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡാണ് സ്മോൾ ക്വാണ്ടിറ്റി. ഓക്കെ, ഇനി ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിൽ കൈമാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക്, ഒരു യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് മറ്റൊരു യൂണിയൻ ടെറിട്ടറിയിലൊക്കെ വരികയാണെങ്കിൽ ടു ഇമ്പോർട്ട് ഇൻ ദ സ്റ്റേറ്റ്. ഓക്കെ, then we import into India with the grammatical variations. നമ്മൾ ഇന്ത്യയിലേക്ക് ഒരു സാധനം പുറത്തുനിന്ന് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു പോർട്ട് വഴി മാത്രമേ പറ്റുള്ളൂ. എയർപോർട്ടോ അല്ലെങ്കിൽ ഇപ്പം തുറമുഖങ്ങളോ ഒക്കെ ഉപയോഗിച്ച് മാത്രമേ വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇന്ത്യയിൽ അത് എത്തുമ്പോഴത്തേക്കും അതിന് നമ്മൾ വെസലിലോ എയർക്രാഫ്റ്റിലോ വെഹിക്കിളിലോ ഒക്കെ ആയിരിക്കും അതിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. എക്സ്പോർട്ട് ആണെങ്കിലോ അവിടെയും കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇന്ത്യക്ക് പുറത്തേക്ക് നമ്മൾ ഈ നാർക്കോട്ടിക് ഡ്രഗ്സ് കൊടുക്കുന്നു. ടു എക്സ്പോർട്ട് ഇന്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് യൂണിയൻ ടെറിട്ടറീസ് ഒക്കെ തമ്മിലുള്ള ട്രാൻസ്പോർട്ടിംഗ് ആണ് ഇന്ത്യൻ ടു എക്സ്പോർട്ട് ഇന്റർ സ്റ്റേറ്റ്. ടു ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്റ്റേറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് മറ്റൊരു യൂണിയൻ ടെറിട്ടറിയിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് വേർഡ് ഇല്ലിസിറ്റ് ട്രാഫിക്. കേട്ടിട്ടുണ്ടോ ക്വസ്റ്റ്യൻസ്? ഇല്ലിസിറ്റ് ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് ബന്ധപ്പെട്ടിരിക്കുന്ന ഈ നാർക്കോട്ടിക് അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന്റെ കൂടെ തന്നെ, അതുകൊണ്ട് ചോദ്യം വരാം. ഓക്കെ, അപ്പം ഇത് പറയുന്നത് കൊക്ക പ്ലാന്റ് മൊത്തത്തിലോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു പ്ലാന്റിന്റെ കൾട്ടിവേഷൻ ആണ് അതിന്റെ ഗ്യാതറിങ്. രണ്ട്, ഒപ്പിയം പോപ്പിയും കന്നാബിസ് പ്ലാന്റിന്റെയും കൾട്ടിവേഷൻ. രണ്ട്, എൻഗേജിങ് ഇൻ ദ പ്രൊഡക്ഷൻ, മാനുഫാക്ചർ, പൊസഷൻ, then sale, transport, warehouse and all these things in the state of import or export or അങ്ങനെ എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ, all these things related to narcotic അല്ലെങ്കിൽ psychotropic substance എല്ലാം എത്തുന്നത് എന്തിനകത്താണ്? illicit traffic. Then dealing in any activities in narcotic drug അല്ലെങ്കിൽ psychotropic substance other than those specified and referred to as subclause. Okay, then ഒരു പ്രിമിസസ് ഹാൻഡിൽ ചെയ്യുന്ന ഈ പർട്ടിക്കുലർ
എന്താ പറയാ സാധനങ്ങൾ ഉണ്ടാക്കുകയും സ്റ്റോക്ക് ചെയ്യുകയും ഒക്കെ സാധനങ്ങൾ കൈവശം വെക്കുകയും അവിടെ നിൽക്കുകയും ചെയ്യുന്നത് ഇല്ലിസിറ്റ് ട്രാഫിക്കിന് ബന്ധമാണ്. Then essential narcotic drug means narcotic drug notified by the central government for medicinal and scientific use. Okay. So essential and narcotic drug എന്ന് പറഞ്ഞാൽ എന്താ narcotic drug notified by the central government. Okay. For medicinal and scientific use. Okay. So essential medicines എന്ന് തന്നെ അറിയാലോ, ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ആവശ്യമുള്ള സമയം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്താ എസെൻഷ്യൽ മെഡിസിൻസ് അല്ലെങ്കിൽ എസെൻഷ്യൽ നാർക്കോട്ടിക് ഡ്രഗ് എന്ന് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റ് മെഡിസിനിലാണ് സയന്റിഫിക് യൂസിന് സയന്റിഫിക് സ്റ്റഡിക്ക് ആവശ്യമുണ്ട് എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ എസെൻഷ്യൽ നാർക്കോട്ടിക് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തത് സെൻട്രൽ ഗവൺമെന്റ് ഫാക്ടറീസ്. അപ്പം ഇത് മൊത്തത്തിൽ ഉണ്ടാക്കാൻ പാടില്ല എന്നല്ല, മെഡിസിനൽ അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പർപ്പസ് വരുമ്പോൾ നമുക്ക് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ വി നീഡ് ദ പെർമിഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റിന്റെ പെർമിഷൻ ഇല്ലാണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. സോ മീൻസ് ഫാക്ടറീസ് ഓൺ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഫാക്ടറീസ് ഓൺ ബൈ ദ കമ്പനി in which central government hold 50% അവരുടെ മൊത്തം ഇൻവെസ്റ്റ്മെന്റിലും ലാഭത്തിന്റെയും 50% ക്യാപിറ്റൽ പേ ചെയ്തുകൊണ്ട് അങ്ങനെയും എന്ത് ചെയ്യാറുണ്ട്, സെൻട്രൽ ഗവൺമെന്റ് നാർക്കോട്ടിക് അല്ലെങ്കിൽ നമ്മുടെ സൈക്കോട്രോപിക് പ്രിപ്പറേഷൻസിന്റെ ഭാഗമാകാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അതോറിറ്റീസ് ആൻഡ് ഓഫീസേഴ്സ്. സോ മെഷേഴ്സ് ഫോർ പ്രിവെന്റിങ് അല്ലെങ്കിൽ കോമ്പാക്ടിങ് അബ്യൂസ് ഓഫ് നാർക്കോട്ടിക് ഡ്രഗ് ആൻഡ് ഇല്ലിസിറ്റ് ഇഫക്റ്റ്. അപ്പം ഇതിന്റെ ദുരുപയോഗം തടയാനായിട്ട് എടുക്കുന്ന മെത്തേഡുകളാണ് ഒന്ന്, സെൻട്രൽ ഗവൺമെന്റ് കുറച്ച് നിയമങ്ങൾ കൊണ്ടുവന്നതായിട്ട് നമുക്കറിയാം. രണ്ട്, കോർഡിനേഷൻ ഓഫ് ആക്ഷൻസ് ബൈ വേരിയസ് ഓഫീസേഴ്സ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് അതർ അതോറിറ്റീസ് അണ്ടർ ദിസ് ആക്ട്. ഓക്കെ, ഓർ അണ്ടർ എനി അതർ ലോ ഫോർ ദ ടൈം ബീയിങ്. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ സമയത്ത് ഇതിനെ തടയാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അത് അതിനു വേണ്ടി പ്രത്യേകം ടീമിനെ തന്നെ എൻഫോഴ്സ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഒബ്ലിഗേഷൻ അണ്ടർ ദ ഇന്റർനാഷണൽ കൺവെൻഷൻസ്. ഓക്കെ, ദെൻ ഫോറിൻ കൺട്രീസിലോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസിലോ ഇതിന്റെ സപ്രഷനും പ്രിവെൻഷനും ഇല്ലിസിറ്റ് ട്രാഫിക്കിനെയൊക്കെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ള അസിസ്റ്റൻസ് കൊടുക്കുക. ഇതൊക്കെയാണ് അവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ദെൻ ഐഡന്റിഫിക്കേഷൻ, ട്രീറ്റ്മെന്റ്, എഡ്യൂക്കേഷൻ, ദെൻ ആഫ്റ്റർ കെയർ, റീഹാബിറ്റേഷൻ, സോഷ്യൽ ഇന്ററാക്ഷൻ ഓഫ് അഡിക്ട്സ്. ഇതൊക്കെ ആരുടെ ജോലിയാണ്? ഓൾ ദീസ് ആർ ആക്ടിവിറ്റീസ് ഓഫ് ദ അഡൽട്ട് ആൻഡ് ദ ഓഫീസേഴ്സ്. ദെൻ such other matters of effective implementation of this act. Okay, ഈ ആക്ട് ഇഫക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുവാനായിട്ട് നമുക്ക് വേണ്ടുന്ന മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുമെല്ലാം അതോറിറ്റീസും ഓഫീസേഴ്സും നോക്കിയും കണ്ടും ചെയ്യുന്നതായിരിക്കും. സോ മെയിൻ പർപ്പസ് എന്താ? ഇല്ലിസിറ്റ് ട്രാഫിക് ഇല്ലാതാക്കുക. അതേപോലെ തന്നെ ഇല്ലിസിറ്റ് ട്രാഫിക് ഇല്ലാണ്ടാക്കിയാൽ മാത്രം മതിയോ? പോലെ ഇല്ലിസിറ്റ് ട്രാഫിക് ഇല്ലാണ്ടാക്കുക. ദെൻ ആൾക്കാർക്ക് അതിന്റെ അവബോധം കൊടുക്കുക. നാർക്കോട്ടിക്, സൈക്കോട്രോപിക് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇല്ലിസിറ്റ് ട്രാഫിക് തടയാനായിട്ടാണ് നമ്മൾ അതോറിറ്റീസിനെ നിയമിക്കുന്നത് ആ പർട്ടിക്കുലർ സെക്ഷനിൽ. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണോ? മനസ്സിലായോ? നമ്മുടെ നാട്ടിലെ സാധാ ആളുകൾക്ക് ഉപയോഗിക്കാൻ പാടില്ല, പുറത്തുനിന്നുള്ള ആളുകൾക്ക് ഉപയോഗിക്കാം. ഒരു മിനിറ്റ്.
ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് officers of central government നോക്കാം. ഓഫീസേഴ്സ്. So under the provision of this act, central government നാർക്കോട്ടിക് കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യും. ഇമ്പോർട്ടന്റ് ആണ്, നാർക്കോട്ടിക് കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യും. റിലേറ്റഡ്, ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ച് അസിസ്റ്റൻസ് അല്ലെങ്കിൽ സച്ച് ഓഫീസേഴ്സിനെയും കൂടെ അവരെ ഇതിനു വേണ്ടി നിയമിക്കും. നാർക്കോട്ടിക് കമ്മീഷണർ ഹിംസെൽഫ് അല്ലെങ്കിൽ അയാളുടെ കൂടെയുള്ള മറ്റുള്ള ഓഫീസേഴ്സിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് ഏറ്റവും ആയത് സൂപ്പർവിഷൻ ഓഫ് ദ കൾട്ടിവേഷൻ ഓഫ് ദ ഒപ്പിയം പോപ്പി ആൻഡ് പ്രൊഡക്ഷൻ, അതർ ഫങ്ഷൻസ്. ഓക്കെ, അതർ ഫങ്ഷൻസ്, പ്രൊഡക്ഷൻ, ഇതൊക്കെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് നിയമിച്ചിരിക്കുന്ന ആളാണ് നാർക്കോട്ടിക് കമ്മീഷണർ എന്ന് നമ്മൾ പറയും. So narcotic commissioner ആണ് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ട് ഉള്ളത്. Then other functions as may be entrusted to him by the central government. The state government may appoint such officers as deemed fit for the purpose of this act. അപ്പം അവരുടെ നിയമപ്രകാരം അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം they can also appoint such officers അവരുടെ സ്റ്റേറ്റിന്റെ ഫങ്ഷൻസ് നോക്കാനായിട്ട്. The Narcotic Drug and Psychotropic Substance Consultative Committee for effective administration of this act ഈ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യും, നമ്മുടെ അഡ്വൈസറി കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ അഡ്വൈസറി കമ്മിറ്റിയുടെ പേരാണ് ദി നാർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി എന്നാണ് അതിനെ പറയുന്നത്. ഈ കമ്മിറ്റിക്ക് അതിൽ ചെയർമാൻ ഉണ്ട് ആൻഡ് അതർ മെമ്പേഴ്സ് നോട്ട് എക്സീഡിങ് 20. ആരാ അപ്പോയിന്റ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. സോ അവരുടെ എഫിഷ്യന്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് this by forming committees and forming subcommittees. Okay, so the committee shall advise the central government on the matters related to administration of this act. ഏറ്റവും ആദ്യം prohibition, control and regulation. So section 8 അനുസരിച്ച് the act prohibits certain operations. അതായത് സെക്ഷൻ 8 ആണ്. നമ്മൾ സെക്ഷൻ 21 ഡ്രഗ് ഇൻസ്പെക്ടറുടെ എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. സെക്ഷൻ 21 ഡ്രഗ് ഇൻസ്പെക്ടറുടെ റോളാണ്. സെക്ഷൻ 8 എന്ന് പറയുന്നത് നാർക്കോട്ടിക്സ് ആണ്. അപ്പം സെക്ഷൻ 8 പറയുന്നത് ഒരിടത്തും കോക്കോ പ്ലാന്റിന്റെ കൾട്ടിവേഷൻ പാടില്ല, ഓപ്പിയം അല്ലെങ്കിൽ കന്നാബിസ് പ്ലാന്റിന്റെ കൾട്ടിവേഷൻ, മാനുഫാക്ചർ, പോസഷൻ, സെയിൽ, പർച്ചേസ്, ട്രാൻസ്പോർട്ട്, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും പാടില്ല റിലേറ്റിംഗ് ടു ദ നാർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എക്സെപ്റ്റ് ഫോർ മെഡിക്കൽ ആൻഡ് സയന്റിഫിക് പർപ്പസസ്. ഓക്കെ, മെഡിക്കലോ അല്ലെങ്കിൽ സയന്റിഫിക് പർപ്പസോ ഒഴികെ ബാക്കിയുള്ളതിന് ഒന്നും തന്നെയും നമ്മൾ അങ്ങനെ ഈ ഓപ്പിയം, പോപ്പി, കന്നാബിസ് ഒന്നും വളർത്താൻ പാടില്ല. നെക്സ്റ്റ് ഈസ് സെക്ഷൻ 9. So this will empower the central government to permit, control and regulate the rules, certain operations relating to certain narcotic and psychotropic substances. ഏറ്റവും ആദ്യം under section 8 prohibition of certain operations. No person shall cultivate coca plant. അതിന്റെ ഒരു ഭാഗം സൂക്ഷിച്ചു വെക്കുകയോ അത് കളക്ട് ചെയ്യാനോ ഒന്നും പാടില്ല. അതേപോലെ ഒപ്പിയം, പോപ്പിയും, കന്നാബിസും കളക്ട് ചെയ്യാൻ പാടില്ല. അതിന്റെ മാനുഫാക്ചർ, പ്രോസസ്, സെയില്, ട്രാൻസ്പോർട്ട്, വെയർഹൗസ്, അത്തരം കാര്യങ്ങളെല്ലാം ഇമ്പോർട്ട്, ഇന്റർസ്റ്റേറ്റ്, എക്സ്പോർട്ട്, ഇന്റർസ്റ്റേറ്റ്, ഇമ്പോർട്ട് ഇന്ത്യ, എക്സ്പോർട്ട് ഇൻ ഇന്ത്യ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നാർക്കോട്ടിക് ഡ്രഗ് അല്ലെങ്കിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എക്സെപ്റ്റ് ഫോർ മെഡിക്കൽ ആൻഡ് സയന്റിഫിക് പർപ്പസ് and to the extent and in the manner provided by other provisions of this act. Okay, next one is power of central government to permit, control and regulate. അപ്പം സെക്ഷൻ 8 അനുസരിച്ച് ഒരാൾക്കും അതിനുള്ള അധികാരമില്ല. നെക്സ്റ്റ് പവേഴ്സ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ടു പെർമിറ്റ്, കൺട്രോൾ ആൻഡ് റെഗുലേറ്റ്. അപ്പം ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് പെർമിഷന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. കൾട്ടിവേഷനും ഗാദറിംഗ് ഓഫ് കൊക്കോ പ്ലാന്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ് നമുക്ക് പെർമിഷൻ തരേണ്ടത്. അവിടെ പ്രൊഡക്ഷൻ, സെയില്, പർച്ചേസ്, ട്രാൻസ്പോർട്ട്, ഇമ്പോർട്ട്, ഇന്റർസ്റ്റേറ്റ്,
എക്സ്പോർട്ട്, ഇന്റർസ്റ്റേറ്റ്, യൂസ് ഓഫ് കൺസെപ്ഷൻ ഓഫ് കൊക്ക ലീവ്സ്, ഇതെല്ലാം ആരുടെ ഫംഗ്ഷൻ ആണ്? All these are functions അല്ലെങ്കിൽ permission granted by central government. Cultivation of the opium poppy, production and manufacture of opium and production of opium straw. ഇതൊക്കെ permission offered by central government. Then sale of opium derivative by central government, അവരുടെ exporter, importer. Then പറഞ്ഞ കാര്യം തന്നെ പിന്നെ പറയുന്നത് മാനുഫാക്ചർ ഡ്രഗ്, അത് മെഡിസിൻ ഒപ്പിയം അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൈവശം വെക്കാനൊന്നും പാടില്ല, അത്ര തന്നെ പറയുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഈസ് കൺട്രോൾ ഓൺ ഓപ്പറേഷൻസ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. അവർക്ക് ഇപ്പൊ ഓരോ സമയം കഴിയുമ്പോഴും ഇതിനു വേണ്ടിയിട്ട് ഫിക്സ് ചെയ്യാം. ഉറുമ്പുണ്ട്, ഉറുമ്പ് അകത്ത് കാണാം. സോ സെൻട്രൽ ഗവൺമെന്റിന് സമയത്തിനനുസരിച്ച് ഫ്രം ടൈം ടു ടൈം അവർക്ക് എന്ത് ചെയ്യാം, നിയമങ്ങൾ മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, സോ വിത്ത് ലൈസൻസ് മേ ഗിവൺ ടു ദ cultivation of opium poppy. So all the opium, the product of land cultivated with the opium poppy shall be delivered by the cultivators to the officers authorized on behalf of central government. So അവർക്ക് കുറച്ച് കൺട്രോൾ ഒക്കെ നമ്മൾ ഓരോ സമയം കഴിയുമ്പോഴും വരുത്താറുണ്ട്. ഓക്കെ, സോ എല്ലാ തരത്തിലുള്ള ഒപ്പിയവും അതിന് കൾട്ടിവേറ്റ് ചെയ്യേണ്ട ലാൻഡ് കൾട്ടിവേറ്റേഴ്സിന് ഓഫീസേഴ്സിന്റെ പ്രസൻസ് ആയിരിക്കും അതോറൈസ് ചെയ്ത് കൊടുക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ഓരോ ടൈമിലും അതിന്റെ പ്രൈസ് ഡിഫറെന്റ് ആയിട്ടായിരിക്കും വിൽക്കുന്നത്. ആ ഫിക്സ്ഡ് പ്രൈസ് ആയി കഴിഞ്ഞാൽ പിന്നെ മാറൂല, പക്ഷെ ആ ഫിക്സ്ഡ് പ്രൈസ് ആക്കാനായിട്ടുള്ള ഒരു സമയം കുറച്ച് കൂടുതലാണ്. ടു ബി പെയ്ഡ് ടു ദ കൾട്ടിവേറ്റേഴ്സ് ഫോർ ദ ഓപ്പിയം ഡെലിവേർഡ്. അപ്പം അത് തീരുമാനിക്കുന്ന ആരാ? സെൻട്രൽ ഗവൺമെന്റ് എത്ര രൂപ കൊടുക്കണം തീരുമാനിക്കുന്നത്. The rules may prescribe the forms and conditions of license for cultivation of the opium poppy and for production and manufacture of the opium. Okay, so rules എന്ന് പറയുന്ന ഒരു prescribed ഫീ കൊടുത്തുകൊണ്ടായിരിക്കും നമ്മുടെ ഫീസ് നോക്കുന്നത്. And the authorities by which such license may be granted, withheld, refused. അപ്പം എന്ത് വേണമെങ്കിൽ സംഭവിക്കാം, അതോറിറ്റീസിന് ലൈസൻസ് ക്യാൻസൽ ചെയ്യാനോ വിത്ഹെൽഡ് ചെയ്യാനോ ഒക്കെ ഉള്ള റൈറ്റും അധികാരവും ഒക്കെ ഉണ്ട്. ആൻഡ് വിച്ച് അപ്പീൽസ് അഗെയിൻസ്റ്റ് ദ ഓർഡർ ഓഫ് വിത്ഹോൾഡിംഗ്. ഓക്കെ, ആ വിത്ഹോൾഡിങ്ങിനുള്ള ഓർഡർ വരെ അവർക്ക് ആർക്ക് കൊടുക്കാം? നമ്മുടെ പ്ലാന്റേഷൻ നടത്തിക്കൊണ്ട് പോരുന്ന ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. വിത്ത് ദ റിസൾട്ട് ഓഫ് സച്ച് എക്സാമിനേഷൻ ദ റൂൾസ് മേ പ്രിസ്ക്രൈബ് in form and conditions of license for the manufacturer അല്ലെങ്കിൽ manufacturer of the license. അപ്പം അതിനു വേണ്ടി ഒരു ഫീസ് ഉണ്ട്, ആ ഫീസും അവരെ അടയ്ക്കണം. ആ ഫീസ് എത്ര വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. സോ റൂൾസ് എന്ന് പറയുന്നത് ഒപ്പിയം ആ കൾട്ടിവേർക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് തന്നെ ഈ റൂൾസ് എല്ലാം അവർക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. Okay, it found as a result of examination the central government factory to be adulterated may be confiscated by the officers authorized in the behalf of. അവർക്ക് കൃത്യമായ സൂചനയും ശ്രദ്ധയും ഒക്കെ ആ കാര്യങ്ങളിലെല്ലാം വേണം. Next is power of state government. Central government പവർ നമ്മൾ പറഞ്ഞു, ഇവൻ എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത് വരെ സെൻട്രൽ ഗവൺമെന്റ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താ ചെയ്യുക? സ്റ്റേറ്റ് ഗവൺമെന്റ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് പെർമിഷൻ എന്ന് പറയുന്നത് അത് പ്രോസസ് ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും ഇന്റർസ്റ്റേറ്റ് ഇമ്പോർട്ട് ആയിക്കോട്ടെ ട്രാൻസ്പോർട്ട് ആയിക്കോട്ടെ അത് സ്റ്റോർ ചെയ്യാനോ സെയിലോ പർച്ചേസോ കൺസപ്ഷനോ ആൻഡ് യൂസ് ഓഫ് കോപ്പി സ്ട്രോ ഇതെല്ലാം നടക്കണമെങ്കിൽ പെർമിഷനും റെഗുലേഷനും തരേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഓക്കെ, സോ ദ പൊസഷൻ ട്രാൻസ്പോർട്ട് അത്തരം കാര്യങ്ങളിലെല്ലാം നമ്മൾക്ക് ആളുകൾക്ക് സഹായം വേണം, സ്റ്റേറ്റ് ഗവൺമെന്റ്. ആൻഡ് കന്നാബിസ് പ്ലാന്റ് പ്രൊഡക്ഷൻ മാനുഫാക്ചർ പൊസഷൻ ട്രാൻസ്പോർട്ട് എന്നൊക്കെ പറയുന്നത് ഇന്റർസ്റ്റേറ്റ് ഇമ്പോർട്ട് ഇന്റർസ്റ്റേറ്റ് എക്സ്പോർട്ട് സെയിൽ പർച്ചേസിനെയും കൺസപ്ഷൻ ഓഫ് യൂസ് ഓഫ് കന്നാബിസിനെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കും. പക്ഷെ അത്
ചരാസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അതായത് റെസിൻ ഫോമിനെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. Then manufacture of medicinal opium അല്ലെങ്കിൽ any preparation containing any manufactured drug from materials which the marker is lawfully entitled to possess. Okay, so possession, transport, purchase, sale, interstate import, interstate export, use of consumption of manufactured drugs, prepared opium, coca അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ മാനുഫാക്ചർഡ് ഡ്രഗ്സിന്റെയും പ്രിപ്പറേഷനും നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റ് അടുത്ത് പെർമിഷൻ മേടിക്കണം. ഓക്കെ, സോ ഒപ്പിയം ലോഫുള്ളി പൊസസ്ഡ് ആണ്. ഇപ്പം നിയമവശാൽ ഇപ്പം ചീട്ടുണ്ട്, അയാൾക്ക് ഒപ്പിയം സർട്ടിഫിക്കറ്റും കയ്യിലുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഒപ്പിയം കൈവശം വെക്കാം. അല്ലാതെ ഒരു അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എന്താ പറയാ പെർമിഷനോട് കൂടി മെഡിക്കൽ അഡ്വൈസ് ഇല്ലാതെ ഒരിക്കലും പേഴ്സണലായിട്ട് ഇത് കൺസ്യൂം ചെയ്യുവാനുള്ള ഒരു അധികാരം ഇല്ല. ഓക്കെ, then control of certain operations by state government. The rules may act many. So provide state government shall fix the time to time limit within the ചിലതിനൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റിനെ കൺട്രോൾ കൊടുക്കുന്ന പറയുന്നത്, പൈസ തീരുമാനിക്കായിട്ട് എവിടെ കൾട്ടിവേറ്റ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിന് എത്ര രൂപ അടയ്ക്കണം കൾട്ടിവേറ്റേഴ്സ്, എത്ര കിലോ കാനാബിസ് നമ്മൾ ഡെലിവർ ചെയ്യണം, ഇതൊക്കെ സ്റ്റേറ്റിനും അതിനെപ്പറ്റി സംസാരിക്കാം. And prescribe the forms and conditions of license or permit of some or all of the following: possession, transport, import, interstate export, interstate warehousing, sale, purchase, consumption, use of poppy straw, opium, cannabis including charas. Okay, the next is National Fund for Control of Drug Abuse. സെൻട്രൽ ഗവൺമെന്റ് ഒഫീഷ്യൽ ഗസറ്റിൽ അത് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നാഷണൽ ആയിട്ടൊരു ഫണ്ട് ഉണ്ട് ടു കൺട്രോൾ ഡ്രഗ് അബ്യൂസ്. ഓക്കെ, സോ ഒരു പർട്ടിക്കുലർ എമൗണ്ട് സെൻട്രൽ ഗവൺമെന്റ് നമ്മുടെ പാർലമെന്റിന്റെ ബിഹാഫിൽ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ സെയിൽ പ്രൊസീഡ്സ് ഓഫ് എനി പ്രോപ്പർട്ടി ഫോർഗിവൻ അണ്ടർ ചാപ്റ്റർ 9A, that any grant that may be made by any person, അതേപോലെ any income from investment of the amount credited to the fund under the aforesaid provisions. Okay, the next is the governing body. ആരൊക്കെ ഉണ്ടാവും? ചെയർമാൻ ഉണ്ടാവും, then other members not exceeding as the 6 central government may appoint. Okay, so central government body ആരൊക്കെ ഉണ്ടാവും? annual report ഉണ്ടാകും. The central government shall as soon as possible after the end of each year, each 5 year causes to be punished in the official gazette. ആനുവൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ആരെങ്കിലും ഈ പറഞ്ഞ കാര്യം എന്തെങ്കിലും പാലിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് ഒരു പർട്ടിക്കുലർ ശിക്ഷ കിട്ടും. Then the fund can be applied by the central government to meet the expenditure incurred in connection with the measurement taken. So combating illicit traffic of narcotic and psychotropic substance, controlling abuse, identifying, treating and rehabilitation, preventing drug abuse and supply of drugs to addict. ഇതൊക്കെ നമുക്ക് സർക്കാർ ജോലിയിലോ അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. Okay, next is offenses and penalties. എന്താണ് offenses? Permission for contravention. അപ്പം പറഞ്ഞ കാര്യം പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് offenses and penaltiesലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, then next